എന്താണ് കോടി? കോടി എന്നാൽ പ്രകാരം എന്നാണ് അർത്ഥം. പ്രകാരം 33 പ്രകാരത്തിലുള്ള അല്ലെങ്കിൽ 33 കോടി എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉന്നതമായിരുന്നത്. കോടിക്ക് മുകളിൽ വേറെ ഒന്നുമില്ല. ഉണ്ടോ? കോടിക്ക് മുകളിൽ ഉണ്ടോ? ഉണ്ടോ? ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, കോടി. കോടി കഴിഞ്ഞാൽ എത്രയാ? പിന്നെ 1 കോടി ഉണ്ട്. അത് ആവർത്തിക്കാനല്ലേ പറ്റുള്ളൂ അല്ലെ? സംഖ്യയില് 9 വലിയ സംഖ്യയുള്ളൂ അല്ലെ? 9 വരെയുള്ളൂ. 9 കൊണ്ട് സംഖ്യ ഇല്ല. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കഴിഞ്ഞ പിന്നെ അതിന്റെ ആവർത്തനാണ് 10 അല്ലെ? 11 അതിന്റെ ആവർത്തനാണ് 12 അതിന്റെ ആവർത്തനല്ലേ അല്ലെ? 9 വരെയുള്ള പ്രധാന സംഖ്യയുള്ളൂ. പിന്നെ അതിന്റെ ആവർത്തനാണ്. അതുപോലെ കോടി കഴിക്കും മുകളിൽ വേറെ ഒന്നുമില്ല. എന്നാൽ അത് 1 കോടി 2 തവണ ആവർത്തിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ഉന്നതമായത് എന്ന അർത്ഥത്തിൽ കോടി വരുന്നുണ്ട്. അപ്പൊ 30 മുക്കോടി ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുക്കൾക്ക് 30 മുക്കോടി ദേവതയുണ്ട് എന്ന് പറഞ്ഞാല് ആരാ പറയാ? ആ 30 മുക്കോടി ദേവതകളുടെ പേര് പറയാൻ പറ്റുമോ? ഞാനിപ്പോ പറയാം. നിസ്സാര കാര്യമാണ്. അഷ്ടവസ്തുക്കള് കേട്ടിട്ടുണ്ടോ? അഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? 8 അല്ലെ? അഷ്ടം എന്ന സംസ്കൃത വാക്ക് 8. അഷ്ടവസ്തുക്കള്, വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ എന്ന് പറയാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. അഷ്ടവസ്തുക്കള്. അപ്പൊ എത്ര? 8ആയില്ലേ? 12 ആദിത്യന്മാര്. ആദിത്യൻ ആരാണ്? സൂര്യൻ അല്ലെ? 12 ആദിത്യന്മാര്. 11 രുദ്രന്മാര്. രുദ്രൻ എന്നാൽ ആരാണ്? ശിവൻ. 12 രുദ്രന്മാർ. അപ്പൊ എത്രയായി? അഷ്ടവസ്തുക്കള് 12 ആദിത്യൻ 20ആയി. 11 രുദ്രൻ എത്രയായി? 31ആയി. 31 അല്ലേ? 2 അശ്വിനി കുമാരന്മാര്. അപ്പൊ എത്രയായി? 30 കോടി. 33. ഈ 33 പ്രകാരത്തിലുള്ള ദേവതകളെയാണ് ഹിന്ദുക്കൾ പറയുന്ന 30 മുക്കോടി ദേവതകൾ എന്ന് പറയുന്നത്. ഈ 33 അഷ്ടവസ്തുക്കള്, 12 ആദിത്യന്മാര്, 11 രുദ്രന്മാര്, 2 അശ്വിനി ദേവന്മാര്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഗ്രന്ഥങ്ങൾ എത്രയാ? വേദങ്ങൾ തന്നെ 4 ഉണ്ട്. ആ 4 വേദങ്ങൾക്കൊക്കെ ഉപവേദമില്ലേ? ഇപ്പൊ അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം അല്ലെ? അങ്ങനെ ഉപവേദങ്ങളുണ്ട്. 108 ഉപനിഷത്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ ഉണ്ടെന്ന് പറയുന്നു. കണ്ടെടുത്തിട്ടുള്ളത് നോക്കിയേട്ടാ. ഇതിഹാസങ്ങൾ എത്രയുണ്ട്? മഹാഭാരതവും രാമായണവും ഒക്കെ ഇതിഹാസങ്ങളിൽ പെടും. ആരണ്യകങ്ങളുണ്ട്. പിന്നെ ഭാഗവതം പോലുള്ള പുരാണ കഥകളായിട്ടുള്ളത്. പിന്നെ കാളിദാസൻ മുതലുള്ള അങ്ങനെയുള്ള ആചാര്യന്മാരെ രചിക്കപ്പെട്ട അത് വേറെ ഉണ്ട്. രാമായണം തന്നെ 200-ലധികം ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ രാമായണം എന്ന് പറഞ്ഞ് വായിക്കുന്നത് ഏതാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയ രാമായണമാണ് അല്ലെ? തമിഴ്നാട്ടിൽ പോയാല് കമ്പർ എന്നുള്ള കവി എഴുതിയ രാമായണമാണ് വായിക്കുന്നത്. ഇപ്പൊ UP ഭാഗത്ത് പോയി കഴിഞ്ഞാൽ തുളസീദാസ് എഴുതിയ തുളസി രാമായണമാണ് വായിക്കുക.